എന്താ ഈ താഴ്ന്ന ജാതിക്കാർക്ക് എന്താ വീഡിയോ ഇടാൻ പാടില്ലേ? അപ്പോൾ ആ ഏട്ടന് അങ്ങനെ വീഡിയോയിൽ എന്താ പറയുക, ഒരു പെൺകുട്ടീനോട് പറയാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ. ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ എത്ര എടുത്തു എന്ന് പറയണമെന്ന് വെച്ചാൽ കാക്ക നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ്, ഇതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത്. എഡിറ്റ് ചെയ്തതിൽ ഇങ്ങനെ പറയണതിൽ തീരെ സൗണ്ടില്ല. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് എടുത്ത് തന്നിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ് കേട്ടോ. രാവിലത്തെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ, പിന്നെ വൈകുന്നേരത്തെ ഞങ്ങൾക്ക് ഒരു പാല് കാച്ചിലുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ കുടിയിരിക്കൽ ഹൗസ് വാമിംഗ് എന്ന് പറയും. അപ്പോൾ അതിന് പോയെന്ന് ഞാനും രാജേട്ടനും അതിന് പോയൊരു വീഡിയോ. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടിക്ക് കല്യാണം കേട്ടോ. അപ്പോൾ ആ കുട്ടീനെ വീട്ടിലേക്ക് വൈകുന്നേരത്ത് സൽക്കാരത്തിന് വിളിക്കുക എന്ന് പറയും. ആ ഒരു വീഡിയോ, പിന്നെ അതന്നെ അങ്ങനത്തെ രണ്ട് മൂന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കുറേ വീഡിയോയിൽ പറഞ്ഞു, അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ രണ്ടാമത് എടുക്കുകയാണ് കേട്ടോ. ഈ കാക്കള സൗണ്ടേ ഭയങ്കരമാണ്. അതിൽ ഞാൻ പറയണൊന്നും കേൾക്കുന്നില്ല. ഈ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട് കാക്കള. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോക്ക് നല്ല അടിപൊളി മോശമായിട്ടുള്ളൊരു കമൻറ്റ് വന്നിട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ഇത്ര മോശമായിട്ട് കമൻറ്റ് ചെയ്യാൻ മാത്രം അതിലെന്താണ് മോശം എന്ന് എനിക്കറിയില്ല. ഞാൻ അതിലത്ര മോശമായിട്ട് പറഞ്ഞതായിട്ട് എനിക്കും അറിയില്ല. രാജേട്ടനും ഞങ്ങൾ രണ്ടാളും ആ ഒരു വീഡിയോ പിന്നെ ഇരുന്ന് കണ്ടു. അതിലെന്താണ് ഇത്രയൊക്കെ മോശമായിട്ട് സംസാരിക്കാൻ മാത്രം അതിലെന്താണെന്നൊക്കെ ഞാൻ രാജേട്ടനും നോക്കി. പക്ഷേ ആ ഒരു ഏട്ടൻ്റെ ഐ ഡി എന്ന് പറയുന്നത് നായർ മേനോൻ, അതാണ് കേട്ടോ. ആ ഏട്ടൻ ഒന്നാമത് കമൻറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ജാതി, അതായത് ഞങ്ങളുടെ ജാതി താഴ്ന്നതാണ്. പിന്നെ പണ്ടത്തെ കുറേ ജാതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിടാൻ തുടങ്ങി. നിങ്ങൾ താഴ്ന്ന ജാതിയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ജാതിയെ പറ്റി പറയല്ല. താഴ്ന്ന ജാതി മേൽജാതി എന്ന് പറയല്ല കേട്ടോ. ഞാൻ ആയേട്ടൻ കമൻറ്റ് ചെയ്തതിനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. നായർ മേനോൻ, ആയേട്ടൻ വലിയ ഏതൊക്കെയോ ഒരു ജാതിയാണ്, അതാവും എന്നോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ എൻ്റെ ജാതി താഴ്ന്നതാണ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ആയേട്ടൻ അങ്ങനെയാണ് കമൻറ്റ് ചെയ്തത്, താഴ്ന്ന ജാതിയാണ്. പിന്നെ എൻ്റെ അമ്മോ, ആ കമൻറ്റ് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് മോശം, പരമ ബോറും. അത്രയ്ക്ക് മോശം പറഞ്ഞാൽ അത്രയ്ക്ക് മോശം. അപ്പോൾ രാജേട്ടൻ പറഞ്ഞ കമൻറ്റ് കണ്ടപ്പോൾ ഭഗവാനെ എന്തൊരു സൗണ്ടത്. അപ്പം രാജേട്ടൻ ആ കമൻറ്റ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് മുന്നോട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ രാജേട്ടനെ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ആകെ കിളിവേരവസ്ഥയിൽ ഞങ്ങൾ രണ്ടാളും. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ് മുന്നോട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ രാജേട്ടൻ ഇങ്ങനെ ആ കമൻറ്റ് പിന്നെ കുറേ മോശപ്പെട്ട കമൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു അതൊക്കെ ഡിലീറ്റ് ചെയ്യാതൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഡിലീറ്റ് ആക്കി. പക്ഷേ ആ ഒരു കമൻറ്റ് കൊണ്ടൊന്നും നമ്മൾ ചാനൽ നിർത്താൻ പോകുന്നില്ല. ആ ഒരു ഏട്ടൻ കമൻറ്റ് ഇട്ടോടെ ഞാൻ ഡിലീറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ നല്ല കമൻറ്റ് ഞാൻ ഏട്ടന് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഏട്ടൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനും ചിലപ്പോൾ മോശം കമൻറ്റ് ഇടും. ആയിക്കോട്ടെ, ഞാൻ ഡിലീറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു കമൻറ്റ് എന്ന് വിചാരിച്ച് കരഞ്ഞിട്ടൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ കൂടുതലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഏട്ടന് കമൻറ്റ് ഇനിയും ഇടാം, നല്ലത് ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഏട്ടന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണ രീതി കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ പറയുന്ന വോയിസ് ഓവർ കേട്ടോ എന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. നമ്മൾ തെറി പറയണതിൽ നമ്മളെ ബഹുമാനിക്കണമേ. ചിലപ്പോൾ വയസ്സിൻ്റെ മൂത്തതാണോ ഒന്നും അറിയില്ല. അപ്പം ആ ഒരു ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു വീഡിയോയിൽ. എന്താ പറയുക, ഒരു പെൺകുട്ടീനോട് പറയാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ആ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് മോശമാണ്. പിന്നെ ജാതിനെ പറ്റിയിട്ട് അങ്ങനെ വേറെ എത്രയോ തരത്തിൽ അങ്ങനെ പറഞ്ഞ് 2-3 വീഡിയോസിലൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ എന്താ പറയുക, പരമപോറായിട്ട് ആ ഏട്ടൻ അങ്ങനെ കുറേ എന്താ പറയുക കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ 9 മിനിറ്റ് 10 മിനിറ്റിലൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷത്തിലേക്ക് ആ വീഡിയോ ചെയ്യുന്നതൊക്കെ. പക്ഷേ ആ ഒരു വീഡിയോയിൽ കാണാൻ നല്ല ജീവിതം, അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പുറമെ നമുക്ക് കുറേ
നല്ലതും ചീത്തയായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് നേരിടാനും. അല്ലാതെ തന്നെ ആലോചിച്ചിരിക്കാനും ടെൻഷൻ അടിക്കാനും കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് ഇതെന്താ അങ്ങനെ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ പറഞ്ഞു, അതൊന്നും ആലോചിച്ചെടുക്കാനും ടൈം നമുക്കില്ല. അതുമല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ താഴ്ന്ന ജാതിക്കാർക്ക് വീഡിയോ ഇടാൻ പാടില്ലേ? അപ്പോൾ ആ ഏട്ടനെ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതാണ്, ഇങ്ങനെ താഴ്ന്ന ജാതിക്കാർക്ക് വീഡിയോ ഇടാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ ആ ഏട്ടന് കമൻറ്റൊന്നും തരുന്നില്ല, കമൻറ്റിനൊന്നും റിപ്ലൈ തരുന്നില്ല. ഞാനങ്ങനെ എഴുതി തിരിച്ച് അയക്കുന്നുണ്ട്, പക്ഷേ ആ ഏട്ടൻ ഇങ്ങോട്ട് അയക്കണില്ല. അതാണ് സംഭവിച്ചത്. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടോ. രാജേട്ടനാണെങ്കിൽ ഞാൻ കമൻറ്റ് എന്തെങ്കിലും വെക്കാനും അയക്കണില്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇട്ടൂല, ഇന്ന ജാതിക്കാർക്ക് മാത്രമാണ് ഇടാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനത്തെ ജാതിക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല, സത്യമായിട്ട് അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ഏട്ടൻ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ആ ഏട്ടന് അങ്ങനെ തോന്നിയൊന്നും അറിയില്ല. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഞാൻ പറയാം വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ ആളെ പോലെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ വീഡിയോ കമൻറ്റ് റിയാക്ഷനായിട്ട് കൂട്ടൊന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഞാൻ പറയാം വീഡിയോ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ രാജേട്ടൻ വന്നോന്നൊക്കെ ഞാനും പറഞ്ഞു. പക്ഷേ രാജേട്ടൻ ഇപ്പം കിട്ടില്ല. രാജേട്ടൻ കല്യാണം പറയാൻ പോയിട്ടുണ്ട്. രാജേട്ടൻ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുടുംബത്തിലൊരു കല്യാണം വരാണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാജേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ആരാണെങ്കിലും ഇട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമല്ലാതെ കാണുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനത്തെ കമൻറ്റൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക ചാനൽ, അത്രേ പറയാനുള്ളൂ. നമ്മളിഷ്ടമില്ലാതെ വീഡിയോ കാണുന്നതൊക്കെ കുറച്ച് കുറച്ച് മോശം പരിപാടിയല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതിലല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആ കമൻറ്റ് എന്നത് എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ വരും ഡിലീറ്റ് ചെയ്യും അങ്ങനെ ഉണ്ടാകാൻ മതിയില്ല. അപ്പോൾ എന്തപ്പോൾ അങ്ങനെ അയച്ചതെന്നൊന്നും പറഞ്ഞ് നമുക്ക് നോക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വീഡിയോ ചിലപ്പോൾ ഇന്നിപ്പോൾ ജാതിനെ പറ്റി പറഞ്ഞാൽ നാളെ വേറെ എന്തെങ്കിലുമൊക്കെയാവും, സ്വാഭാവികം. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. 7 മിനിറ്റ് ഇപ്പം തന്നെ ആയി. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വീഡിയോ എടുത്തേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ എടുത്ത് പറഞ്ഞത്. പക്ഷേ ആ ഒരു വീഡിയോയിൽ ഇത്ര ലെങ്ത്ത് ഇല്ല കേട്ടോ. ഇതിപ്പോൾ 7 മിനിറ്റായി. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ ഞാൻ ചായയുടെയും കാര്യങ്ങളും തിരുമ്പലും കുളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഇലകളൊക്കെ ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചു വാരിയിട്ട് സൈഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ഞാനല്ല. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചപ്പോൾ ഒരു അവിടെ ആകെ ബോറായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അടിച്ചുവാരി കൂട്ടി വെച്ചതൊക്കെ ഒരു അടിച്ചുവാരിയതൊക്കെ ഞാനിതാ ഒരു കവറിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി ഇടുകയാണ് കേട്ടോ. അവിടെ ഞാൻ തീ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കുറച്ച് ചെമ്മലുണ്ട്. ചെമ്മല എന്ന് പറഞ്ഞാൽ ഇലകളൊക്കെ ഇങ്ങനെ ചാടി കിടക്കുക, അതിനാണ് ചെമ്മല എന്ന് പറയുക കേട്ടോ. അപ്പോൾ അവിടെയും കുറച്ച് കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഒന്നിച്ച് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് മേലെ ഭാഗത്തുനിന്നും വഴിയിൽ നിന്ന് കുറേ അടിച്ചുവാരി എടുക്കാൻ ഇലകളും സംഭവങ്ങളും പിന്നെ പുല്ലൊക്കെ പറിച്ചെടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയി ഇടുകയാണ് കേട്ടോ. അങ്ങനെ എല്ലതും ഞാൻ കൂട്ടി വെക്കുന്നുണ്ട്. അപ്പം മുറം കാണാനില്ല, അത് അടിച്ച് വാരി എടുക്കണം, മുറം കാണാനില്ല. ഞാൻ കുറേ നോക്കിയിട്ടാണ്. അപ്പോൾ എല്ലാം ചാക്കിലാക്കിയിട്ട് അതേപോലെ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ വിറകട്ടീൻ്റെ കുറച്ച് താഴെ ഭാഗത്തായിട്ടുണ്ട് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടതോ. ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ കത്തിച്ച് റെഡിയാക്കി ഇട്ടതിന് പിന്നെ ഇതാ ചെമ്മലൊക്കെ ആകെ, അതായത് ഇലകളൊക്കെ ആകെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിലത്ത് ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കത്തിക്കാൻ. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതിലെന്തെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ വല്ലതും മാറ്റാനുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും ആവർത്തിച്ച് പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി പിടിച്ചൂടെ, അങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയുക, എന്നാലൊക്കെയുള്ളേക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബോറാണ് വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ, ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്താം. അല്ലാതെ വീഡിയോ നിർത്തണം എന്നാരും പറയരുത്. അപ്പോൾ വീഡിയോ ഇങ്ങനെ ഇട്ട് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വറകട്ടീൻ്റെ മേലെ കുറേ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം, താഴേക്ക് ആക്കിയിട്ട് പിന്നെ അടിച്ചു വാരിയിട്ട് അവിടെ ഇങ്ങനെ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആക്കുകയാണ് കേട്ടോ.
അങ്ങനെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതെന്താ ഈ പച്ചയാണെങ്കിലും അതങ്ങനെ കത്തിപ്പോയിക്കോളും. എന്താ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ആ കത്തിച്ചേക്ക് അങ്ങനെ ഇടുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കത്തി കത്തി അങ്ങനെ പുകഞ്ഞ് പിന്നെ അങ്ങനെ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ അതങ്ങനെ ഇട്ടു. ഇതാ ഈ സൈഡൊക്കെ ഞാൻ 2 ദിവസം മുന്നേ അടിച്ചൊരു ലെവലാക്കി എടുത്താൽ കേട്ടോ ഈ മഞ്ഞളുടെ ഈ സൈഡ് ഭാഗമൊക്കെ. അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് ചെയ്യണത്. ഒരു കവറിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കത്തിച്ചേക്ക് അങ്ങനെ ആഡ് ചെയ്തിട്ട് അതങ്ങനെ കത്തി കത്തി അങ്ങനെ പൊയ്ക്കോളും. അപ്പോൾ ഞാനിതാ ഈ കത്തിക്കണേൻ്റെ ഒരു സെൻട്രലായിട്ട് അവിടെ കത്താത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് ഇങ്ങനെ ചൂല് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അത് അവിടെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയിട്ട് ഞാൻ പിന്നെ ഒരുങ്ങാൻ നിന്നിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പാല് കാച്ചലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ രാവിലെ പോയില്ല. വൈകുന്നേരത്ത് ഞാൻ രാജേട്ടനും ഒരുമിച്ച് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരുങ്ങണമുണ്ട്. പിന്നെ അതാ ഞാൻ തൈരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. ചിക്കന് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടീനെ എങ്ങനെ വിളിക്കേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണതൊക്കെ. അപ്പോൾ ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കിലോ നെയ്ച്ചോറ് കിലോ ഉള്ളിയൊക്കെ ഇടയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും തന്നെ തൈരിക്കുള്ളതും പിന്നെ ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട്. പിന്നെ രാജേട്ടൻ്റെ നെയ്ച്ചോറിൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ പോയി. പച്ചക്കറി സംഭവങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വന്ന് എന്നിട്ടാണ് ഞങ്ങൾ ഈ കുടിയിരിക്കലുണ്ടെന്ന് പറഞ്ഞ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിമേലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ പോണത് ഇപ്പോഴൊരു 7 മണി ആ ഒരു ടൈമിലൊക്കെയാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കാണ്ട് രാജേട്ടൻ എന്താ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഞങ്ങൾ ചിക്കൻ കടയിൽ കയറി ചിക്കൻ വാങ്ങി. അങ്ങനെ ചിക്കൻ കിട്ടാനുള്ളൊരു വെയിറ്റിങ്ങിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചിക്കൻ വാങ്ങാൻ. പിന്നെ ഞങ്ങൾ ആ ഒരു കുടിയിരിക്കലുള്ള വീട്ടിലെത്തിയിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോറുണ്ടിട്ട് വേഗം തിരിച്ച് പോന്നിട്ടുണ്ട്. പിന്നെ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഞാനിവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് പകുതിയാക്കിയിട്ടായിരുന്നു ഞങ്ങൾ വേഗം കുടിയിരിക്കലിലെ വീട്ടിലേക്ക് പോയി എന്നത് കേട്ടോ. അപ്പോൾ തിരിച്ച് വന്ന് ഈ ഉള്ളി സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഉള്ളി അരിഞ്ഞടിച്ചാൽ മതി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുക്കാനാണ് കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഈ മേശൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ അമ്പിളിയും മനു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആകെ ഞങ്ങളൊക്കെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുക്കണത്. ഇവിടെയൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ് പാത്രങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കല്യാണ പെണ്ണ് അവിടെ ചോറുണ്ണാണ്. അപ്പോൾ മനുവിനെ വീഡിയോ എടുത്തപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു വീഡിയോ ഇതൊന്ന് ക്ലിപ്പ് എന്നോട് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യില്ല ഞാൻ ഇടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചോറുണ്ണാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ നിൽക്കുക. പിന്നെ ഞങ്ങൾ ചോറുണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. വീഡിയോ കണ്ടിട്ട് എന്താണോ അഭിപ്രായം തോന്നുന്നത് അത് കമൻറ്റ് ചെയ്തോളൂ. ഞാനത് വല്ല മാറ്റം വരുത്താം. നല്ല പിന്നെ ഞാൻ വീതനയൊക്കെ ഒന്ന് റെഡിയാക്കി വീതനയും കാര്യങ്ങളും റെഡിയാക്കിയിട്ട് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പൊരിച്ച ചിക്കനൊക്കെ ഉണ്ടായത് മാറ്റി വെക്കാനുണ്ട്. ഒരു പാത്രത്തിൽ ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. ലാസ്റ്റ് ഭാഗമൊക്കെ ആകുമ്പോൾ കടിക്കാനും തിന്നാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആവുമല്ലോ ലാസ്റ്റ് ഭാഗമൊക്കെ. അങ്ങനെ അതൊക്കെ ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീതനൊക്കെ ഒന്ന് തുടച്ച് ലെവലാക്കി എടുത്തിട്ടോ. കിട്ടിയ കവറിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ തുടച്ച് ലെവലാക്കി. അപ്പോൾ വ്ളോഗും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമാകുന്നില്ല എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ